നമസ്കാരം. ഇന്നലെ രാത്രി ഒരു കോള് വന്ന് രാത്രി 1 മണിക്ക് ശേഷം ഉണ്ടാ. അപ്പോൾ എന്നോട് ചോദിച്ച് വണ്ടിയായിട്ടൊന്ന് പെട്ടെന്ന് വീട്ടിലേക്ക് വരാമെന്ന് ചോദിച്ചു. നമ്മൾ എന്ത് പറ്റിയെന്ന് ചോദിച്ചു. മോന് തീരെ വയ്യ, വയറുവേനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടിരിക്കുകയെന്ന് പറഞ്ഞു. വേഗം തന്നെ ഞാൻ വീട് ചോദിച്ച് അവരുടെ വീട്ടിലേക്ക് ചെന്ന് ആ മോനെയും അമ്മനെയും അപ്പനെയും കൂടി വണ്ടി കയറ്റി ഏത് ഹോസ്പിറ്റലിൽ പോകണമെന്ന് ചോദിച്ചു. എറണാകുളം ജനറൽ ഹോസ്പിറ്റലിൽ. നേരെ ജനറൽ ഹോസ്പിറ്റലിൽ കൊണ്ടേ ആക്കി. അതിനുശേഷം തിരിച്ച് ഞാൻ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ എനിക്കുണ്ടായ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. സാധാരണ നമ്മളൊരു ട്രിപ്പ് കഴിഞ്ഞിട്ട് അവർ തരുന്ന പൈസ മേടിച്ച് പോക്കറ്റ് ഇടുമ്പോൾ കിട്ടുന്ന സന്തോഷമൊന്നുമല്ല, അതിനേക്കാളൊക്കെ എത്രയോ മടങ്ങ് ഇരട്ടിയായിരുന്നു. കാരണം ഒരു നല്ല കാര്യം ചെയ്യാൻ പറ്റിയ ഒരു തൃപ്തി, അതുപോലെ അവരുടെ മനസ്സിന് ഉണ്ടായ സന്തോഷം. കാരണം രാത്രി 1 മണി സമയത്ത് അവരെവിടെ പോയി ഓട്ടോറിക്ഷ വിളിക്കും, ഒരു വണ്ടി വിളിക്കും, നിവൃത്തികേടായിരുന്നു. പക്ഷേ അതിന് എനിക്ക് അവരുടെ കൂടെ നിൽക്കാൻ പറ്റിയതിൽ വലിയ സന്തോഷം എനിക്കുണ്ട്. അപ്പോൾ ഞാൻ ഈ സമയം പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ കേരളത്തിലെ എല്ലാ ടാക്സി സുഹൃത്തുക്കളും നിങ്ങളുടെ നാട്ടിൽ നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് 1 കിലോമീറ്റർ ചുറ്റളവിൽ അല്ലെങ്കിൽ 2 കിലോമീറ്റർ ചുറ്റളവിൽ ഇതുപോലെ രാത്രി 10 മണിക്ക് ശേഷം എന്തെങ്കിലും ഒരു അപകടമുണ്ടായാൽ, ഒരു രോഗാവസ്ഥ ഉണ്ടായാൽ അവരെ ഹോസ്പിറ്റലിൽ എത്തിക്കാനായിട്ട് നിങ്ങൾ തയ്യാറാകണം. ഫുൾ ഫ്രീ ആയിട്ട് കൊടുക്കാൻ പറ്റുന്നവർക്ക് ഫുൾ ഫ്രീ ആയിട്ട് കൊടുക്കുക. സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ളവർക്ക് അതുപോലെ തന്നെ നിങ്ങൾക്ക് പകുതി ചാർജ് ഈടാക്കുകയോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചിട്ട്. അപ്പോൾ അത് വലിയൊരു നന്മയായിരിക്കും നമ്മുടെ ജീവിതത്തിൽ. അപ്പോൾ നമുക്ക് ഇതുമൂലം നഷ്ടപ്പെടുന്ന പണം ദൈവം മറ്റൊരു രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്ന് തരും. അത് 100% ഉറപ്പാണ്, ഒരു സംശയമില്ലാത്ത കാര്യം. നമുക്ക് മറ്റുള്ളവർക്ക് ഇതുപോലത്തെ നന്മകൾ ചെയ്ത് ജീവിക്കാം. കാരണം നമുക്കൊരാവശ്യം വരുമ്പോഴും ഓടിയെത്താൻ പലരും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യുക. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങൾ മറ്റുള്ളവർക്ക് കൊണ്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ചേരാലൊരു പഞ്ചായത്തിൽ ഞാൻ പറഞ്ഞിരുന്നു രാത്രി 10 മണിക്ക് ശേഷം എൻ്റെ വണ്ടി ഫ്രീ ആയിരിക്കും ഇതുപോലെ ഹോസ്പിറ്റൽ കേസിന്. ആദ്യമായിട്ട് വന്ന വിളിയാണ് ഇന്നലെ രാത്രി 1 മണിക്ക് ശേഷം. വലിയ സന്തോഷമുണ്ടത് കേട്ടോ. ഞാൻ ഫാമിലി ആരാണെന്ന് ഒന്നും ഞാൻ പറയുന്നില്ല. ഓക്കെ, നിങ്ങൾക്കുമാകാം ഇതുപോലെ നല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ട്. എൻ്റെ എല്ലാ സപ്പോർട്ടും എല്ലാവരുടെയും കൂടെ ഉണ്ടാവും. ഓക്കെ.